ഹായ് ഫ്രണ്ട്സ്, പ്ലാസ്റ്റിക് കവേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതും ഒരു വിരൽ മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നിവർത്തിയെടുക്കണം. അപ്പോൾ ഏറ്റവും മോൾ ഭാഗവും താഴ്ഭാഗവും അതുപോലെ സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ നിവർത്തിയെടുക്കാം. ഇനി നമ്മൾ ഫിംഗർ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. എന്നിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ. എന്നിട്ട് ഫിംഗർ നമ്മൾ എടുത്തു കളഞ്ഞിട്ട് ആ ടൈറ്റ് ചെയ്ത ഭാഗം ഒരു നൂല് വെച്ചിട്ട് നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കുക. അതിനുശേഷം കെട്ടിട്ടതിൻ്റെ കുറച്ച് താഴോട്ടുനിന്നായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ കാണിക്കുന്ന വിധം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ ഇപ്പോൾ നിരോധിച്ചത് കാരണം കിട്ടാൻ ഇത്തിരി പാടാണ്. എന്നാലും എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടാതിരിക്കില്ല. അപ്പം എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് കുറച്ചധികം ആകുമ്പോൾ നമുക്കിതുപോലെ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ഓരോ പെറ്റൽസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഒരു ഫ്ലവറിന് 5 പെറ്റൽസ് വീതമാണ് വേണ്ടത്. അങ്ങനെ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഫ്ലവറിൻ്റെ ഏറ്റവും നടുവിലത്തെ ഭാഗമില്ലേ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായിട്ട് ആ ഒരു ഫ്രോക്കിൻ്റെ നല്ലൊരു പോർഷനും അതിൻ്റെ ഉള്ളിൽ ലൈനിങ് വരുന്ന ഭാഗവും ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഇതിങ്ങനെ ആക്കിയെടുത്തിട്ട് അതും ഇതുപോലെ നൂല് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ നൂല് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി ആ നൂല് ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ ഓരോരോ പെറ്റൽസും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിക്കുന്ന വിധം ആദ്യം ഇതുപോലെ ആക്കിയെടുത്തിട്ട് ആദ്യം ഒരു പെറ്റൽ വെച്ചു. എന്നിട്ട് ആ നൂല് കൊണ്ട് ഒന്ന് ചുറ്റി, കെട്ടുന്നില്ല, ഒന്ന് ചുറ്റി എടുത്തിട്ടേ ഉള്ളൂ. 1-2 തവണ നമ്മൾ ചുറ്റിയെടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാം. പിന്നെ അടുത്ത പെറ്റൽസ് വെക്കുക, വീണ്ടും 1-2 തവണ ചുറ്റി കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ 5 എണ്ണവും ഇതുപോലെ ചുറ്റിയെടുക്കാം. എന്നിട്ട് ഏറ്റവും അവസാനം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്താൽ മതി. ഇവിടെയും ഇതുപോലുള്ള പ്ലെയിൻ പ്ലാസ്റ്റിക് കവേഴ്സ് കിട്ടാൻ ഇത്തിരി പാടാണ്. അപ്പോൾ കോൾഡ് സ്റ്റോറിൽ നിന്ന് എനിക്ക് ഇപ്പം അടുത്തായിട്ട് 3 എണ്ണം ഒരുമിച്ച് കിട്ടിയപ്പോൾ ഞാനിത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗമൊക്കെ കുറച്ച് നീറ്റല്ലാതെ കിടക്കുകയാണ്. അത് നമുക്ക് നീറ്റാക്കാം. അപ്പോൾ നമുക്ക് ഓരോ പെറ്റൽസും ഒന്ന് വിടർത്തിയിട്ട് ഇങ്ങനെ താഴോട്ടാക്കി ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ നിന്നോളും. അപ്പോൾ നമ്മുടെ ആ ഒരു താഴാ പിടിക്കുന്ന ഭാഗം ഒന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെല്ലോ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ആ ഒരു ഗ്രീൻ ടാപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അതൊന്ന് ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ അതില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ സെല്ലോ ടേപ്പ് എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ സെല്ലോ ടേപ്പേ ഉള്ളൂ. ഞാൻ ഫ്ലവർ മേക്കിംഗ് അധികം ചെയ്യാറൊന്നുമില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ ഇങ്ങനെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതൊന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ അതൊന്ന് നീറ്റായിട്ട് അവിടെ കിടന്നോളൂ കേട്ടോ. പക്ഷേ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണും. അപ്പോൾ പിന്നെ നമ്മൾ ലീഫൊക്കെ വെക്കുമ്പോൾ അതവിടെ ഹൈഡായിക്കോളും. അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ബാക്കി പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ കുറച്ച് നീറ്റായിട്ട് കിടന്നോളും. അപ്പോൾ എൻ്റെ കയ്യിൽ 2-3 കളർ ഇതുപോലത്തെ കവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കുറച്ചധികം ഫ്ലവേഴ്സ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതും വലുതുമായിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ ട്യൂബ് ഉണ്ടാക്കണം. പേപ്പർ ട്യൂബ് ഉണ്ടാക്കുന്നതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പേപ്പർ ഇതുപോലെ കൈ വെച്ച് ചുരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് അതിനകത്ത് ഒരു ഗ്രീൻ കളർ പെയിൻറ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബഞ്ച് ആക്കി എടുക്കണം ആ ഫ്ലവറൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന കമ്പി ഉണ്ടെങ്കിൽ അത് മതി. അതില്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി. ഇതുപോലെ 3 എണ്ണം എടുത്തിട്ട് അത് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒരുമിച്ച് പിടിച്ച് അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് മോൾ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ ഓരോ ഭാഗത്തുനിന്നും കുറച്ചായി മടക്കിയിട്ട് നമ്മൾ ഈ ബ്രാഞ്ചൊക്കെ പോലെ, ഈ ട്രീൻ്റെ ബ്രാഞ്ചൊക്കെ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ അപ്പോൾ ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിൽക്കും കേട്ടോ. അപ്പോൾ കമ്പി തന്നെ വേണമെന്നില്ല. ഇത് കണ്ടില്ലേ, ഇതുപോലെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ അതവിടെ അതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അവിടെയും ഞാൻ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് നമുക്ക് ആ ട്യൂബിൻ്റെ മുകളിൽ, പേപ്പർ ട്യൂബിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിനും ആ ഒരു ടാപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ വച്ചിട്ട് നമുക്ക് ടാപ്പ് യൂസ് ചെയ്തുകൊണ്ട് നല്ല പോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ കുറച്ച് മുകളിലോട്ടൊന്ന് ചെയ്ത് എടുക്കാം. ചില ഫ്ലവേഴ്സൊന്നും ഇതുപോലെ കുത്തി വെക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ആ ഒരു പേപ്പർ ട്യൂബിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ട് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിന്നോളും. 1-2 തവണ ചുറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നിന്നോളും, ഒടിഞ്ഞൊന്നും പോവില്ല. അങ്ങനെ നമ്മൾ എല്ലാ ഫ്ലവറും ഇതുപോലെ
ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ശരിക്കും ഒരു ഫ്ലവർ ബഞ്ച് പോലെ തന്നെയുണ്ട്. പിന്നെ നമ്മൾ നമ്മൾ നൂലിട്ട് കെട്ടിയത് ശരിക്കും വിസിബിൾ ആണ്, അതൊന്ന് ഹൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മൾ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് ലീഫ് കട്ട് ചെയ്യണം. അപ്പോൾ കുറച്ചധികം കട്ട് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാം. സാധാരണ നമ്മൾ ലീഫ് ഉണ്ടാക്കുന്നതിൽ നിന്നും ഇത്തിരി ഒരു വ്യത്യാസം ഇതിനകത്തുണ്ട്. ആ ഒരു പാറ്റേണിൽ ഞാനൊരു വ്യത്യാസം കൊണ്ടുവരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ നോർമൽ ലീഫ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഒരു നടുക്ക് ആയിട്ട് സെൻറ്ററിൽ നിന്ന് നമ്മളൊന്ന് മടക്കി കൊടുക്കുക. സാധാരണ ലീഫിന് സെൻട്രലായിട്ടൊരു കട്ടല്ല ഒരു ലൈൻ ഉണ്ടാവുമല്ലോ, അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കുക. അപ്പം ആ ഒരു മടക്ക് വരും. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കുന്ന വിധം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഉള്ളോട്ടും മുന്നോട്ടും ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പം ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ ഒന്ന് മാറും, ഇങ്ങനെ കിട്ടും. അപ്പോൾ അതൊരു നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു നൂലൊക്കെ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ആ ഒരു ഭാഗങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് പോയിക്കോളും. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഇതൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലവർ ബഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു പേപ്പർ ട്യൂബാണ്, അതൊന്നും ആർക്കും തോന്നില്ല. ശരിക്കും പ്ലാസ്റ്റിക് പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് സ്റ്റാൻഡിൽ വെച്ചിട്ടും എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത് ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോയിൽ കണ്ടതാണ്. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്കേതായാലും എളുപ്പമായിട്ട് തോന്നി. പിന്നെ ബഞ്ച് ഉണ്ടാക്കുന്നതൊക്കെ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ പേപ്പർ ട്യൂബ്സ് വെച്ചിട്ട് ബഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുപോലെ ശരിക്കും നിൽക്കുമോ, നമ്മളെ കമ്പിയൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ക്രാഫ്റ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യേണ്ട പോലെ, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.